ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഡേൻ്റെ പാർട്ട് 2 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ വീഡിയോ കാണിച്ച അതേ ദിവസം തന്നെയാണ് ഈ ദിവസവും. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലെത്തി. അന്ന് കാഴ്ചകളാണ് കാണിച്ചത്. ഇപ്പോൾ നമ്മൾ മണാലിത്തെ കാഴ്ചകൾ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ടാക്സി ഇന്നോവ. അപ്പോൾ ഇന്നോവ വന്നു. അപ്പോൾ നമ്മൾ ഇന്നോവയിൽ കയറി. മണാലിയിൽ തണുപ്പ് ചോദിച്ചാൽ തണുപ്പും ഉണ്ടായിരുന്നു, ചൂട് ചോദിച്ചാൽ ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഹൂഡി ഇട്ടിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബാക്കോട്ടൊക്കെ നോക്കിയാൽ നല്ലോണം മഞ്ഞുമല കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ പേര് സ്നോ കൺട്രി മണാലി ഹോട്ടൽ എന്നാണ്. അത്യാവശ്യം നല്ല സെറ്റിങ്സ് ഉള്ള ഹോട്ടൽ തന്നെയാണ് കേട്ടോ. സൂപ്പറാണ്. വേണ്ടവർക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കാം. പിന്നെ ഫസ്റ്റ് നമുക്കൊരു റൂമാണ് തന്നത്. അത് നമുക്ക് ഫ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂം തന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും തരുമെന്നൊന്നും അറിയില്ല, നമുക്ക് തന്നെയാണ്. എന്തിനാ അങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ റൂം 2 റൂമായിട്ട് തരും. അപ്പോൾ 2 ഫാമിലി ഉണ്ട്. അപ്പോൾ 2 ഫാമിലിക്കും വേറെ റൂം വേണം തരും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറേ മഞ്ഞുമല കാണാൻ പറ്റും. അപ്പം ഞാനൊക്കെ ഡ്രസ്സ് ആ എയ്റോപ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് ഇട്ട ഡ്രസ്സൊക്കെയാണ്, മാറ്റിയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നൂഡിൽസിന്. പിന്നെ കോൺഫ്ലെക്സും ഉണ്ടായിരുന്നു. ഞാൻ കോൺഫ്ലെക്സും കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മൂസും കൂടി റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 2 റീൽ എടുക്കാൻ വിചാരിച്ചു, പക്ഷേ ഞാൻ പറയട്ടെ, നടന്നില്ല. അപ്പോൾ ഈ റീല് മാത്രമേ എടുത്തിട്ടുള്ളൂ. കിസ് ഒക്കെ മറ്റേത്. പിന്നെ ഇത് ഞാനും അമ്മൂസും ട്വിൻസിനെ കണക്കെ 2 കുപ്പായം ഇട്ടു. എപ്പോഴും ഞങ്ങൾ ട്വിൻസിനെ കണക്കെയാണ്, എന്തിനാ എന്ന് അറിയില്ല. അപ്പോൾ ഞാനും അമ്മൂസും ബ്ലൂ കളറാണ്. ഈ ഒരു കണ്ണട അതിന് നല്ല മാച്ചിങ് ആണ്. ഇത് മാൽമ വാങ്ങിച്ചെന്ന ഡ്രസ്സാണ്. നല്ല ഡ്രസ്സായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയാണ്. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ബ്ലൂ കോട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ ഞാനും അമ്മൂസും തെർമലാണ് ഇട്ടിട്ടുള്ളത്. തെർമൽ എന്ന് വെച്ചാൽ ചൂടിനും തണുപ്പിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുന്ന ഒരു തരം വസ്ത്രമാണ് തെർമൽ. അപ്പോൾ അതാണ് ഞാനും അമ്മൂസും ഉള്ളിലിട്ടിട്ടുള്ളത്. അതിൻ്റെ പുറത്താണ് ഈ ഒരു കോട്ട് ഇട്ടിട്ടുള്ളത്, ബ്ലൂ കോട്ട്. പിന്നെ താഴെ ജീൻസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മണാലി വരുമ്പോൾ ഷൂ ഇടുന്ന നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള ഹിഡുംബ ടെമ്പിളിലാണ് കേട്ടോ. ഈ ഹിഡുംബ ടെമ്പിളിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ സോക്സും ഷൂ ഇടുന്നത് നല്ലതായിരിക്കും. അത്ര തണുപ്പും ഇല്ല, അങ്ങനെയല്ല, ഇടുന്നത് നല്ലതായിരിക്കും. ഇതാണ് കേട്ടോ ഹിഡുംബ ടെമ്പിൾ. അപ്പോൾ നല്ല ഭംഗി കേട്ടോ. പക്ഷേ എനിക്ക് ഹിഡുംബ ടെമ്പിൾ കാണുന്നതിനെക്കാട്ടും ഞാൻ ഈ ഒരു എന്താ പറയുക, എൻവയോൺമെൻറ്റ്, അതായത് ഈ ഒരു സ്ഥലം ആണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടെ അത്ര ഈ അമ്പലം അത്ര കാണാനല്ല, അമ്പലത്തിൻ്റെ പ്രദേശത്ത് നല്ല രസമാണ് കേട്ടോ ഹിഡുംബ ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും പൈൻ മരങ്ങൾ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ പാറ, ഇങ്ങനെ വലിയ പാറയുണ്ട്. അപ്പം ഞാനും അമ്മൂസും കൂടി ഇവിടുന്ന് കുറേ റീൽസ് അല്ല, ഒരു റീൽ എടുത്തായിരുന്നു. ഇതാണ് ആ റീല്. മറ്റേ ഏതാണ്, ഏതോ ഞാൻ മറന്നുപോയി. മറ്റേ പാട്ടില്ലേ, ആ പാട്ട് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ പാട്ട് ഞാനും അമ്മൂസും തന്നെ ഇതാക്കിയ സ്റ്റെപ്സാണ് കേട്ടോ ഇത്. പിന്നെ അമ്മ നല്ല പൈൻ മരങ്ങളുടെ വ്യൂ എടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. താഴെ നിങ്ങോട്ട് നോക്കാൻ ചിത്രം വരച്ച കണക്കായിരുന്നു. ഇനി കുറേ പാറേൻ്റെ മുകളിൽ കയറിയിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടോ ഞാനും അമ്മൂസും കൂടി കുറേ ഫോട്ടോ എടുത്തിരുന്നു കേട്ടോ. ഈ ഫോട്ടോ എടുക്കാൻ ഞാൻ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്തോ അതിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് കുറേ ഫോട്ടോ എടുക്കാൻ എനിക്ക് തോന്നിട്ടോ. എൻ്റെ ഒരു ഫോട്ടോ എടുക്ക് വാശി എടുത്തിരുന്നു ഞാൻ. പിന്നെ മറ്റേ
റാനോ റാനോ ആ പാട്ടില്ലേ, അതും നമ്മളെടുത്തായിരുന്നു. ഫോട്ടോ പിന്നെ വീഡിയോ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ആരും ഞാൻ സാധാരണ എനിക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ എന്നെ അറിയാത്തവരാണെങ്കിൽ എന്നെ അറിയാത്തവരാരെങ്കിലും ഉള്ള സ്ഥലമാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കും. അല്ലാതെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നൊന്നും എനിക്ക് കളിക്കാനേ ആവില്ല. കളിക്കാനാവാത്തല്ല, ഞാൻ കളിക്കാൻ മടി കാണിക്കുന്നുണ്ടാട്ടെ. പിന്നെ ഇവിടെ ഒരു വലിയ പാറയുണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഞാൻ കയറി ഗുസ്തി അടിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കയറി അച്ഛനോട് കുറേ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോൻ്റെ ഭ്രാന്തായിരുന്നു. എന്താ അറിയില്ല, എനിക്കിഷ്ടം ഫോട്ടോ എടുക്കാൻ. അന്നത്തെ ഒരു ദിവസം മാത്രം ഞാൻ ഫോട്ടോനോട് ഭയങ്കരധികം ആത്മാർത്ഥത കാണിച്ചു. പിന്നെ അവിടെ പോകുന്ന വഴിക്ക് കുറേ മുയലുണ്ടായിരുന്നു. മുയലിനെ ശരിക്കുള്ള മുയലിനെ കൈ പിടിക്കാൻ പറ്റി. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കാശ്മീരികളുടെ ഒരു തരം വസ്ത്രധാരണ രീതി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് പറ്റും. പക്ഷേ എനിക്കിത് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവരെന്നെ വിളിച്ച് കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിനെന്തിനാണ് നിർബന്ധിക്കുന്നത്? എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവരെങ്ങനെ ഇടിച്ചു കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായി. പക്ഷെ എന്നാലും എല്ലാവരും നിർബന്ധം കൊണ്ട് ഞാനും അണിഞ്ഞു. പക്ഷെ എനിക്ക് അപ്പാടന്നെ അയക്കാൻ തോന്നി. പിന്നെ അതിനുശേഷം നമ്മൾ ക്ലബ്ബിൽ കയറി. ക്ലബ്ബല്ലേ? ക്ലബ്ബ് എന്തോ തരത്തിലുള്ള ക്ലബ്ബാണിത്. എന്ത് ക്ലബ്ബാണെന്ന് എനിക്കറിയില്ല. എന്തോ ക്ലബ്ബിൽ കയറി. പിന്നെ ഇത് ഹിഡുംബ ടെമ്പിളിൻ്റെ ഏകദേശം അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഹിമാചൽ ടൂറിസം ദ ക്ലബ് ഹൗസ് വെൽക്കംസ് യു ദ ക്ലബ് ഹൗസ് ആണ് ഇത്. അപ്പോൾ ഈ ഹിഡുംബ ടെമ്പിളിൻ്റെ ഭയങ്കര നല്ല രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ക്രോഷ്യ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു. ക്രോഷ്യ പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്യാനും പഠിച്ചു കിട്ടും. എനിക്ക് അത്രയും സന്തോഷമുള്ള മൊമെൻ്റായിരുന്നു ഞാൻ ക്രോഷ്യ ചെയ്തപ്പോൾ. പിന്നെ ഇത് ഐ ലവ് മണാലി എന്നുള്ളിടത്ത് ഞാനും അമ്മൂസും കൂടി ഫോട്ടോ എടുത്തു. പക്ഷെ ഇത് ആക്ച്വലി അത് ലൈറ്റ് പിടിപ്പിച്ചോണ്ടാട്ടോ അങ്ങനെ, അതെനിക്കറിയില്ല. പിന്നെ അത് അവിടുത്തെ ഒരു നദിയായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനും കൂടി അന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള നദിയാണ് കേട്ടോ. ഇന്ന് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു. അപ്പം ഞാനും ഫോട്ടോ എടുത്തോണെന്ന് നല്ല ഭംഗിയിലായിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കാൻ തോന്നി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടെടുത്തിട്ട് ഞാൻ ആ മറ്റേ കോട്ട് അങ്ങോട്ട് ഓടി. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട തെർമൽ. അമ്മൂസും ഊരി കേട്ടോ. ഞാനും അമ്മൂസും ഈ ഒരു തെർമലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാൻറ്റൊക്കെ എൻ്റെ പാൻ്റല്ല കേട്ടോ, ഇത് അമ്മൂസിൻ്റെ പാൻ്റാണ്. പിന്നെ ഓക്കെ പറ്റാത്തതുകൊണ്ട് ഞാനെടുത്തു. അപ്പോൾ ഇതൊരു ബുദ്ധിസം ടെമ്പിളാണ്. ഇവിടേക്ക് മിക്കവാറും പിന്നെ നമ്മളെ ഇന്ത്യയിൽ നിന്നല്ലാത്ത കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അവരിങ്ങനെ നല്ല ദൈവത്തിൽ വിശ്വാസികൾ ഉണ്ടാവുന്നത്. അവരൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പ്രത്യേകമായിട്ട് വരിക. പക്ഷെ അവരൊന്നും ഇവിടെ അത്ര കാണാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ